നെയ്യാറ്റിൻകരയിൽ ജെ.സി. ഡാനിയലിന്റെ പ്രതിമ തകർക്കാൻ ശ്രമം. സംഭവത്തിൽ വ്യാപക പ്രതിഷേധം. കുറ്റക്കാർക്കെതിരെ നടപടി വേണമെന്ന് നെയ്യാറ്റിൻകര നഗരസഭാ ചെയർമാൻ പി.കെ. രാജ്മോഹൻ ആവശ്യപ്പെട്ടു. നെയ്യാറ്റിൻകരയിൽ നഗരസഭാ സ്റ്റേഡിയത്തിൽ സ്ഥാപിച്ചിരുന്ന ജെ.സി. ഡാനിയലിന്റെ പ്രതിമ തകർക്കാനാണ് ശ്രമം നടന്നത്. പ്രതിമയിലുണ്ടായിരുന്ന ഫിലിം തകർത്തു, പാർക്കും അടിച്ചു തകർത്തു. കുറ്റക്കാർക്കെതിരെ നടപടി വേണമെന്ന് നെയ്യാറ്റിൻകര നഗരസഭാ ചെയർമാൻ പി.കെ. രാജ്മോഹൻ പറഞ്ഞു. ഏറ്റവും കേരളത്തിൽ ആദരിക്കപ്പെടുന്ന ഒരു വലിയ മനുഷ്യനാണ് ജെ.സി. ഡാനിയൽ. അദ്ദേഹത്തിൻ്റെ പ്രതിമയ്ക്ക് നേരെ അനാദരവ് കാണിക്കുക എന്ന് പറഞ്ഞാൽ കേരളീയ സംസ്കാരത്തിന് യോജിച്ചതല്ല. അത്തരം ആളുകൾ അതിൽ നിന്നെല്ലാം പിന്തിരിയണം എന്ന് വളരെ വിനയപുരസ്സരം അഭ്യർത്ഥിക്കുന്നതോടൊപ്പം അദ്ദേഹത്തിൻ്റെ നാമധേയത്തിൽ വളരെ വിപുലമായ രീതിയിലുള്ള ഓപ്പൺ എയർ ഓഡിറ്റോറിയത്തിൻ്റെ പണി തൊട്ടടുത്ത് തന്നെ നടക്കുന്നതും ദൃശ്യ മാധ്യമങ്ങൾക്ക് കാണാം. അത്ര നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ടാണ് നെയ്യാറ്റിൻകര നഗരസഭ ജെ.സി. ഡാനിയലിനെ കാണുന്നത് എന്ന് മാത്രം ബഹുമാന്യരെ ഓർമ്മപ്പെടുത്തുന്നു. ജെ.സി. ഡാനിയലിന്റെ കേരളത്തിലെ ഒരേ ഒരു പ്രതിമയാണ് നെയ്യാറ്റിൻകരയിൽ സ്ഥാപിച്ചിരിക്കുന്നത്. കുറ്റക്കാരെ എത്രയും വേഗം കണ്ടെത്തണമെന്ന് ജെ.സി. ഡാനിയൽ ഫൗണ്ടേഷൻ ചെയർപേഴ്സൺ സോന എസ്. നായരും സെക്രട്ടറി സാബു കൃഷ്ണയും ആവശ്യപ്പെട്ടു. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.